ഇന്ന് മനുജനാമെടുത്ത യേശുരാജനിൻ സമീപേ നിൽക്കൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. കൈകളിൽ കാലുകളിൽ ആണികൾ തറച്ചു, മുൾമുടി ചൂടിന പൊൻശിരസാദിന്മേൽ നിന്നെയും ദോഷിയും പീഡയും സാധിച്ചു. ദിവ്യമാരുതിരം ചോരിഞ്ഞു നമുക്കായി കരുണയായി നമ്മെ വിളിച്ചിടുന്നു, കരുണയായി നമ്മെ വിളിച്ചിടുന്നു. ദീനമനുജനാമെടുത്ത യേശുരാജനിൻ സമീപേ നിൽക്കൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. തള്ള ചായിക്കുവാൻ സ്ഥലവുമില്ലാതെ, ദാഹം തീർക്കുവാൻ ജലവുമില്ലാതെ, ആശ്വാസം പാറവാൻ ആരും താനില്ലാതെ, ആരുമാരക്ഷകൻ വേദനായി മാരിച്ചു. ആ പാടുകൾ നിന്റെ രക്ഷയ്ക്ക്, ആ പാടുകൾ നിന്റെ രക്ഷയ്ക്ക്. ദീനമനുജനാമെടുത്ത യേശുരാജനിൻ സമീപേ നിൽക്കൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിന് 39-40 വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാക്യപ്രകാരമാണ്: തൂക്കിയ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? 2025 ജൂൺ 9 പുറത്തിറക്കിയ മലയാള മനോരമ ദിനപത്രത്തിലെ ഒരു വാർത്തയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് എന്നെ നയിച്ചത്. ചെല്ലാൻകോവിൽപ്പേട്ടിന് സമീപം ഒരു കടുവ നായയെ വേട്ടയാടുന്നതിനിടയിൽ കടുവയും നായും കൂടെ ഒരേ കുഴിയിൽ വീഴുവാനിടയായി. എങ്കിലും കടുവ നായെ കൊന്നില്ല. വനപാലകർ കടുവയെ മയക്കുവെടി വെച്ചു. എങ്കിലും നായയുടെ കുരയുടെ ശബ്ദത്തിൽ കടുവയ്ക്ക് മയക്കം ശരിയായില്ല. നായ എപ്പോഴും കുരച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വനപാലകർ നായ്ക്ക് മയക്കുവെടി വയ്ക്കുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് കടുവയും നായയും പുറത്ത് എടുത്തപ്പോഴേക്കും നായ ഓടിക്കളഞ്ഞു. കടുവയെ പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നു വിട്ടു. ഇടുക്കി ഫ്ലൈയിങ് സ്ക്വാഡ്, പെരിയാർ കടുവാ സങ്കേതം മുതലായവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതെനിക്ക് വലിയൊരു സംഭവമായി തോന്നിയില്ല. എങ്കിലും ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. കടുവായും നായും ഒരേ കുഴി വീണിട്ടും കടുവ നായെ കൊന്നു തിന്നില്ല. കടുവായ്ക്കുണ്ടായ ചിന്ത ഇതായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അല്ലയോ നായെ, നീയും ഞാനും ഒരേ അവസ്ഥയിലാണ്. നമുക്കിവിടെ ആവശ്യം രക്ഷയാണ്. ഞാനല്ലാതെ നിന്നെ തിന്ന് എൻ്റെ വിശപ്പടക്കിയാലും ഞാൻ ഈ കുഴിയിൽ തന്നെ ജീവിതം ഹോമിക്കപ്പെടേണ്ടി വരും. ആ ആയിരിക്കാം കടുവായ്ക്കുണ്ടായത്. ഇതേ അനുഭവം തന്നെയായിരുന്നു യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാർക്കുണ്ടായത്. ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആ നായ്ക്ക് തുല്യമായി പറഞ്ഞുകൊണ്ടിരുന്നു, നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക എന്ന് ദുഷിച്ചു പറഞ്ഞു. എന്നാൽ മറ്റേ കള്ളൻ കടുവായെപ്പോലെ ചിന്തിച്ച് പറഞ്ഞത്, സമശിക്ഷാവധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ചേരയുടെ വായിൽ തവള പിടിക്കപ്പെട്ടാലും തവളയുടെ ലക്ഷ്യം നാക്ക് നീട്ടി ഇര പിടിക്കുകയാണ്. കർത്താവിനോടൊപ്പം മരിക്കാൻ ക്രൂശിൽ കിടന്നപ്പോഴും ദുഷികളും ദോഷങ്ങളും പറയാനാണ് ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തിന് മുതിർന്നത്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിന് സമാനമായ പല സംഭവങ്ങളും നടന്നു വന്നിരിക്കാം. അതല്ലെങ്കിൽ ശത്രുവിനെ നമ്മുടെ കയ്യിൽ ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഒക്കെ നാം ചിന്തിക്കേണ്ട വിഷയമാണ്, ദാവീദിനെ വേപ്പട്ടിയെ പോലെ ഓടിച്ചു കൊന്നുകളവാൻ ശ്രമിച്ച ശൗൽ രാജാവിനെ ദാവീദിനും കൂട്ടർക്കും നിസ്സാരമായി കൊന്നുകൊള്ളുവാൻ അവസരം ലഭിച്ചിട്ടും ദാവീദ് അതിന് തുനിയാതെ അഭിഷക്തൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് പ്രമാണത്തിൽ ദാവീദ് ഉറച്ചു നിന്നു. പ്രിയരെ, നമ്മുടെ എതിരാളികൾ ഒരുപക്ഷെ നമ്മളെ കൈകാര്യം ചെയ്യപ്പറ്റുന്ന സാഹചര്യത്തിൽ സമയവും വന്നു നിന്നിരിക്കാം. അപ്പോൾ നാഥൻ പറഞ്ഞ വാക്ക് ഓർക്കണം, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക. അതെ, കടുവായുടെ ഇരയായി
നായ തൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും കടുവ നായെ കൊന്നില്ല. കടുവയ്ക്ക് മനസ്സിലായി എന്നെപ്പോലെ തന്നെ ആ നായും ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന്. നമ്മുടെ എത്ര തന്നെ ശത്രുവായാലും എതിരാളിയായാലും നാം അനുഭവിക്കുന്ന ഏത് വിഷയമായാലും അതിനൊപ്പം അവരുമായിരിക്കുന്നെങ്കിൽ ക്രൂശിൽ സമശിക്ഷാവധിയിൽ അനുഭവിക്കുന്ന കള്ളൻ ദുഷിച്ചതുപോലെയോ പകരം വീട്ടുവാനോ തുനിയാതെ അങ്ങനെയുള്ളവരുടെയും സാഹചര്യം മനസ്സിലാക്കി നമ്മോടൊപ്പം ചേർത്ത് നിർത്തുവാൻ ഇടയാകുന്നെങ്കിൽ നാം അറിയാത്ത വഴിയിലൂടെ ദൈവം നമ്മെ രക്ഷിച്ച് വിടുവിക്കും. ആകയാൽ നമ്മുടെ ശത്രുക്കളെ സ്നേഹിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. ദൈവം ഈ ചെറിയ ചിന്തയാൽ നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.